ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴെന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. അമ്പരചുംബികളായ ഗിരിശൃംഖങ്ങൾ കൊണ്ടും ഹരിതാഭമായ താഴ്വരകൾ കൊണ്ടും സമൃദ്ധമാണ് നമ്മുടെ സ്വന്തം ഇടുക്കി. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ഇടുക്കി ജില്ലയുടെ വടക്ക് കിഴക്കേ ഭാഗത്തുള്ള ജൈവസമ്പന്നമായ മേഖലയാണ് മറയൂർ. പൗരാണികവും ചരിത്രപരവുമായി പുകൾപെറ്റ അഞ്ചുനാടിൻ്റെ ഭാഗമാണ് മറയൂർ. ദ്രാവിഡ തനിമയുടെ സ്വത്വബോധം. കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കേ അറ്റത്ത് ആനമലയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് മറയൂർ കാന്തല്ലൂർ പ്രദേശം. ഒത്തിരിയേറെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ വർണ്ണിക്കാനായിട്ടുണ്ട്. നൂറ്റാണ്ടുകളിലെ ചരിത്രം ഇവിടുത്തെ ആളുകളുടെ കുടിയേറ്റത്തിൻ്റെ പിന്നിലുണ്ട്. മറിഞ്ഞിരിക്കുന്ന ഊരെന്നും മറിഞ്ഞിരിക്കാനുള്ള ഊരെന്നുമൊക്കെ മറയൂരിനെ വിശേഷിപ്പിക്കാറുണ്ട്. നമുക്ക് ഊരെന്ന പദത്തിൻ്റെ അർത്ഥം നാടെന്നാണ്. അപ്പോൾ ആളുകൾ മറിഞ്ഞിരിക്കുന്ന ഒരു ഊര് അല്ലെങ്കിൽ നാട്, അല്ലെങ്കിൽ മറിഞ്ഞിരിക്കാനുള്ള ഒരു നാട്. ഈ മറയൂർ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചുറ്റുവട്ടം മുഴുവനും മലകളാണ്. ചുറ്റുമുള്ള മലകൾക്ക് നടുവിൽ വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് മറയൂർ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മൈസൂരിൽ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് യുദ്ധമുണ്ടായപ്പോൾ ആ യുദ്ധം പാണ്ഡ്യനാടായ മധുരയിലേക്കും വ്യാപിച്ചു. അന്ന് യുദ്ധത്തെ പേടിച്ച് ആളുകൾ പല സ്ഥലങ്ങളിലേക്കും ചിതറിയോടി.
അങ്ങനെ ഒരു കൂട്ടം ആളുകൾ മലകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ പ്രദേശത്തേക്ക് വന്നു. ഇവിടെ വന്നിട്ട് അവർ പല ഗ്രാമങ്ങളിലേക്ക് കുടിയേറി താമസിക്കുകയാണ് ചെയ്തത്. അഞ്ചുനാട് എന്ന പേരിലാണ് മറയൂർ അറിയപ്പെടുക. കാരണം ഈ മൈസൂരിൽ നിന്നും ഒളിച്ചോടി വന്ന ആളുകൾ 5 ഗ്രാമങ്ങളിലായിട്ട് വിവിധ സംസ്കാരവുമായി ജീവിക്കുന്നുണ്ട്. മറയൂർ, കാന്തല്ലൂർ, കീഴാന്തൂർ, കാരിയൂർ, കോട്ടക്കുടി, അങ്ങനെ 5 ഗ്രാമങ്ങളാണ് ഈ മറയൂർ പ്രദേശത്തുള്ളത്. അതുകൊണ്ടാണ് മറയൂർ അഞ്ചുനാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ കോട്ടക്കുടി എന്ന് പറയുന്ന ഗ്രാമം ഇപ്പോഴും തമിഴ്നാട്ടിലാണ്. മറ്റ് 4 ഗ്രാമങ്ങൾ മറയൂർ പ്രദേശത്ത് തന്നെയുണ്ട്. ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ സംസ്കാരവും അതിൻ്റേതായ ജീവിത രീതികളൊക്കെ ഉണ്ട്. അവരുടെ ആചാരങ്ങളെല്ലാം ഓരോ ഗ്രാമത്തിൽ തന്നെ അധിഷ്ഠിതമാണ്. മറ്റ് ഗ്രാമങ്ങളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ യാതൊരുവിധ ബന്ധത്തിൽ പോവുകയോ ഒന്നും ചെയ്യാതെ തന്നെ സ്വന്തമായ ആചാരങ്ങളുമായിട്ടാണ് ഓരോ ഗ്രാമത്തിലെ ആളുകളും ജീവിക്കുന്നത്. പരമ്പരാഗത കൃഷിരീതിയിൽ നിന്നും ഇതര മാർഗങ്ങളിലേക്ക് ഊരിലെ കർഷകർ മാറിയപ്പോൾ തനതു രീതിയിൽ മണ്ണിനെയും വിളകളെയും സംരക്ഷിക്കാൻ ചിലരുണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് പെരുമ്പ്രായിൽ നീലകണ്ഠൻ നായർ. ഈ പഞ്ചായത്തിലെ അറിയപ്പെടുന്നൊരു കർഷകനാണ് നീലകണ്ഠൻ നായർ. അദ്ദേഹത്തിനാണ് കഴിഞ്ഞ വർഷത്തെ IFS സ്കീമിൽ സഹായിച്ചുള്ളത്. അദ്ദേഹം നടത്തുന്ന ഒരു സംയോജിത കൃഷി രീതിയാണ്. അവർക്ക് പല വിധത്തിലുള്ള കൃഷികൾ, പച്ചക്കറിയുണ്ട്, കരിമ്പ് കൃഷിയുണ്ട്, ശർക്കര ഉണ്ടാക്കുന്ന ആലയുണ്ട്, മീൻ വളർത്തലുണ്ട്, ഡയറി ഫാമുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു കർഷകൻ, അതും പാരമ്പര്യമായിട്ട് അങ്ങേര് നടത്തി വരുന്ന കൃഷി മുറകളാണ്. പ്രധാനമായിട്ട് അങ്ങേര് സ്വീകരിച്ചിട്ടുള്ളത് ജൈവ കൃഷി രീതിയാണ്. ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ ആദ്യകാലം ഇവിടെ നെൽകൃഷിയായിരുന്നു. ഒരു 40 കൊല്ലം മുമ്പ് നെൽകൃഷിയായിരുന്നു. അത് ആദ്യമായി അന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ കാള പൂട്ടി നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് പരിവർത്തനം വന്ന് മാറി മാറി നെൽകൃഷി ഒരു മുതലാകാത്ത ഒരു രീതിയിൽ വന്നു. പിന്നെ ആധുനിക രീതിയിലുള്ള കൃഷി സമ്പ്രദായം വന്നു. ഈ പഴയ കാലത്ത് ഇവിടെ സ്വർണ്ണവാലൻ, കുത്താള, കൊറുക, ചെമ്പാവ് ഇങ്ങനെയുള്ള നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ മാറി ഉൽപ്പാദനം കുറവാണ്. ഹരിത വിപ്ലവം വന്ന ഉടനെ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അതും ഒരു ശരിയായ രീതിയിലേക്ക് മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ വന്നു. കാലാവസ്ഥ മാറി, വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായി, ആൾക്കാർ ജനവാസം കൂടി. അപ്പം മറ്റുള്ള കൃഷിയിലേക്ക് കൃഷിക്കാരന് നഷ്ടം വരാനുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങി. നെല്ലിന് വിലയില്ല. 1 ഏക്കർ നെൽകൃഷി ചെയ്താൽ അതിൽ നിന്ന് അതിൻ്റെ കൂലിച്ചെലവും മറ്റുള്ളതും കഴിഞ്ഞ് അത് നമുക്ക് കിട്ടാനുള്ളൊരവസ്ഥയില്ലാതെ വന്നു. അപ്പോൾ ഓരോരുത്തരും തനിപ്പെട്ട മുறைയിൽ വേറെ കൃഷിയിലേക്ക് മാറി. ഞാനൊക്കെ അങ്ങനെയാണ് വേറെ കൃഷിയിലേക്ക് മാറി. തൻ്റെ നാടിൻ്റെ ചരിത്രവും പാരമ്പര്യങ്ങളും അറിഞ്ഞാണ് ഈ കർഷകൻ വിളവിറക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിത്തും കൈക്കോട്ടും അനുഗ്രഹങ്ങളാകുന്നതും. എനിക്ക് ഈ നീലാണ്ടൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 30-32 വർഷമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഒത്തിരി സ്ഥലം ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ അവിടെ കൃഷി ചെയ്ത് എടുക്കുന്നതിന് ഒത്തിരി അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അസൗകര്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം കൃഷി ഒരു പരീക്ഷണമാക്കി മാറ്റി, ഉപജീവന മാർഗവും പരീക്ഷണവും കൂടിയാക്കി. കാരണം പുതിയ പുതിയ വെറൈറ്റികൾ ഇവിടെ കൊണ്ടുവരികയും അത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്നും നല്ല രീതിയിലുള്ള ആദായം ഞങ്ങളെപ്പോലുള്ളവർക്ക് കാണിച്ചു തരികയും ചെയ്ത ഒരു വ്യക്തിയാണ് നീലാണ്ടൻ ചേട്ടൻ. അങ്ങനെ പരിച്ഛേദം ഓരോരുത്തരും മാറി. നെൽകൃഷി പാടെ തീർന്നു. അങ്ങനെ കരിമ്പ് കൃഷിയിലേക്ക് മാറി. കരിമ്പ് കൃഷി കഴിഞ്ഞിട്ട് പിന്നെ നാണ്യവിളകളിലേക്ക് മാറി. കരിമ്പ് കൃഷിയും ഇന്നത്തെ സാഹചര്യത്തിൽ കൂലിച്ചെലവും മറ്റ് തരത്തിലെ രാസവളത്തിൻ്റെ വില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൽപ്പാദന മേഖലയിൽ വളരെ തകർച്ച വന്ന എൻ്റെ സ്ഥിതിക്ക് കരിമ്പ് കൃഷിയും കുറച്ച് നമുക്ക് നാണ്യവിളകൾ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ചിന്താഗതി വന്നു പൊതുവെ ആൾക്കാരിൽ തന്നെ. ഇപ്പം ഞാനൊന്നല്ല, പൊതുവെ ആൾക്കാരിൽ തന്നെ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് കുറേ തെങ്ങ്, കമുക് ഇങ്ങനെ ഫലവൃക്ഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം ചുരുക്കി പറഞ്ഞാൽ ഒരു
മറയൂരിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ മറയൂർ കാന്തല്ലൂർ പ്രദേശത്തൊരു 3000 ഏക്കറിൽ താഴെയുള്ളൂ കരിമ്പ് കൃഷിയെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഓരോരുത്തരും മറ്റ് നാണ്യവിളകളിലേക്ക് മാറി. ഒരു വിളയെ മാത്രം ആശ്രയിക്കാതെ ഉള്ള ഭൂമിയിൽ ഒന്നിലേറെ വിളകൾ കൃഷി ചെയ്തുകൊണ്ടാണ് നീലകണ്ഠൻ നായർ മറയൂരിൻ്റെ ഭൂമികയിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നത്. മറയൂർ പഞ്ചായത്തിൽ വേലാങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എനിക്ക് എൻ്റെ മക്കൾക്കും കൂടി ഒരു 8-9 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. ഈ സ്ഥലത്ത് എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട്. കുറേ കരിമ്പുണ്ട്, പിന്നെ തെങ്ങുണ്ട്, വാഴയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. ഇങ്ങനെ 4 വക കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കൃഷിരീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അനുകരിക്കുന്ന കൃഷിരീതിയല്ല എൻ്റെ രീതി. ഞാൻ തനിപ്പെട്ട മുറയിൽ ഞങ്ങൾ അച്ഛനും മക്കളും കൂടെ ഒരു തീരുമാനം എടുക്കും. അതായത് വരും തലമുറയ്ക്ക് ഈ മണ്ണ് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ രാസവളം മാത്രം ചെയ്തൊരു കൃഷി നമുക്ക് ചെയ്ത് ഇന്നത്തെ നിലയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ മണ്ണ് നഷ്ടപ്പെടും. അതിനു വേണ്ടി പകുതി ജൈവവളവും പകുതി രാസവളവും ചേർത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ആ രീതി ഞങ്ങൾ തനിപ്പെട്ട മുറയിൽ ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ പച്ചക്കറി നട്ടാൽ തന്നെയും അതിന് ആവശ്യത്തിന് ചാണകം ഇട്ട് അതിൻ്റെ കൂടെ അതിനൊരു ഒരു ഒരു ജീവൻ വയ്ക്കാൻ മാത്രം വേണ്ടി അല്പസ്വല്പം രാസവളം ചേർക്കും എന്നുള്ളതല്ലാതെ മറ്റു തരത്തിൽ രാസവളം ചേർക്കാറില്ല. രാസവള വിഷപ്രയോഗങ്ങൾ തെല്ലുമില്ലാതെ തീർത്തും ജൈവരീതികൾ തന്നെ അവലംബിച്ചുകൊണ്ടാണ് ഈ കർഷകൻ തൻ്റെ തോട്ടം പരിരക്ഷിക്കുന്നത്. ഈ യത്നത്തിൽ അദ്ദേഹത്തോടൊപ്പം തൻ്റെ ആൺമക്കളും കൂട്ടിനുണ്ട്. ഭൂമിയെ പാഠശാലയാക്കിയ ഈ മക്കളാണ് അദ്ദേഹത്തിൻ്റെ കരുത്തും തുണയും, ഒപ്പം ദൈവാധീനവും. ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടി അത്യാവശ്യം പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ചീര, ഇത് മുട്ടക്കോസ്, മല്ലി, ഉള്ളി, ബീൻസ്, മുരിങ്ങ ബീൻസ്, തക്കാളി, ചേന എല്ലാം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള ഞങ്ങൾ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ബാക്കി വരുന്ന പച്ചക്കറി കടകളിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വിഷാംശം ഇല്ലാത്ത പച്ചക്കറികളാണ്. ഇത് ഉള്ളിയാണ് കൃഷി ചെയ്തേക്കുന്നത്. ഉള്ളിക്ക് വളം ചെയ്യുന്നത് വെർമി കമ്പോസ്റ്റാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഗ്രീൻ പീസ്, ഇത് കോളിഫ്ലവർ, ഇഞ്ചി, ചേന, സവാള കൃഷിയുണ്ട്. സവാള നട്ടിട്ടുണ്ട്. ക്യാരറ്റ്, പയർ, പിന്നെ ചീരകൾ ഐറ്റം 2-3 ഐറ്റം ഉണ്ട്. ചീര, ഇലച്ചീര, അങ്ങനെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഇത് മംഗള എന്ന് പറയുന്ന ഒരു കമുകനമാണ്. കുഴിമംഗള എന്നും പറയും. ഇത് പറയുന്നത് കാസർഗോഡ് നിന്ന് വരുന്ന കമുകൻ തൈയാണ്. 3 വർഷത്തിൽ കായ്ക്കും എന്ന് പറയുന്നത് കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലം അവർ പറയുന്നത് 10 വർഷമാണ്. അതിനെപ്പറ്റി നമുക്കറിയാൻ പാടില്ല. നമ്മളിപ്പോൾ വെച്ച് കായ്ക്കാൻ തുടങ്ങിയുള്ളൂ. എത്ര വർഷം ഇതിനെ പഴക്കം ചെയ്യും എന്ന് നമുക്ക് അതിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും നല്ലൊരു ആദായം കിട്ടും, പെട്ടെന്ന് കായ്ക്കും, നമുക്കൊരു നല്ലൊരു ആദായം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഇത് നല്ല മാർക്കറ്റാണ്. തൈക്കാണെങ്കിലും നല്ല മാർക്കറ്റാണ്. ഞാനിപ്പോൾ ഒരുപാട് തൈ ഇവിടെ കൊണ്ടുവന്നു പലർക്കും കൊടുത്തു. ഞാനും വെച്ചിട്ടുണ്ട്. 10,000-2,000 തൈയോളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു മനസ്സിനൊരു നല്ല സന്തോഷം. കൂട്ടുകൃഷി മാതൃകയിൽ അടയ്ക്കാത്തോട്ടത്തിന് പ്രത്യേക പരിഗണനയാണ് ഇവിടെയുള്ളത്. അതിൻ്റെ കാരണവും അദ്ദേഹം തന്നെ നമ്മോട് പറയും. ഇപ്പോൾ പഴയ കാലത്തെ മാതിരി തെങ്ങും അടയ്ക്കാമരമൊന്നും കൃഷി ആരും ചെയ്യാറില്ല. കാരണം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കൂടെയാണ് ഇപ്പോൾ ഈ പുതിയ ഇനം കൃഷികൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പെട്ടെന്നുള്ള ആദായം കിട്ടും.
ആദായം നമുക്ക് വളരെ വേഗം കിട്ടുന്നതുകൊണ്ട് മറ്റേ പഴയ കാലത്തൊക്കെയാണെങ്കിൽ 5 കൊല്ലം 7 കൊല്ലമൊക്കെ കഴിയണം അടയ്ക്കായാണെങ്കിലും തെങ്ങാണെങ്കിലും കായ്ക്കണമെങ്കിൽ. ഇപ്പോൾ അതല്ല, 3-ാം കൊല്ലം കായ്ക്കുന്ന തെങ്ങുണ്ട്, 3-ാം കൊല്ലം കായ്ക്കുന്ന അടയ്ക്കാമരമുണ്ട്. അപ്പം ആധുനിക രീതിയിലുള്ള കൃഷി രീതികൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് ആദായം, ഭൂമിയിൽ നിന്ന് ആദായം കിട്ടണം, അതാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഹരിതഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ പൂർത്തീകരിക്കാനെന്ന പോലെ ഇവിടെയൊരു മീൻകുളമുണ്ട്. ഒന്നും പാഴാക്കാതെയുള്ള പരസ്പര ആശ്രിതവും ശാസ്ത്രീയവുമായ ചില കാഴ്ചകൾ. ഞങ്ങൾ ഈ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ട് ചെയ്തതാണ്. ഇവിടെ വെള്ളം ആറ്റിൽ നിന്ന് പമ്പ് ചെയ്ത് ഇതിനകത്തടിക്കും. ഇതിനകത്തടിച്ചിട്ട് ഇവിടെ നിന്ന് ചെറിയ മോട്ടർ വെച്ച് പച്ചക്കറി കൃഷിക്ക് അടിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ താഴോട്ടുള്ള ഭൂമിയിൽ വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കും. പിന്നെ ഈ നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റ്, ഈ പച്ചക്കറിയുടെ വേസ്റ്റ്, ഇതെല്ലാം കൂടെ തിന്നാൻ വേണ്ടി മീൻ വളർത്തുന്നുണ്ട്. അതൊരു പ്രത്യേക ആദായമായിട്ട് കണക്ക് കൂട്ടുക. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഇതുവരെ നമ്മൾ അതിനെ പിടിച്ചതിൻ്റെ മത്സ്യത്തിൻ്റെ കണക്കോ അല്ല ഇതൊന്നും നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ ചിങ്ങമാസം ആകുമ്പോഴത്തേനും മീൻ കുഞ്ഞുങ്ങളെ കിട്ടാനുള്ളൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം വരുമ്പോഴത്തേനും ഇതിനെ പിടിച്ചിട്ട് അതിനെ കൊണ്ട് ഇതിനകത്ത് ഇറക്കും. ഇത് കൂടാതെ തന്നെ താഴെ ഒരു കുളമുണ്ട് ആറ്റിണ്ടിയിൽ. അത് താമരയൊക്കെ വളർത്ത് അതിനകത്തും ചെറിയ രീതിയിൽ മീനൊക്കെ വളർക്കുന്നുണ്ട്. ഏതു തോട്ടത്തിലും കായ്കനികൾ സമൃദ്ധമായി ഉണ്ടാകണമെങ്കിൽ അതിന് സഹായകമായ ചില ഘടകങ്ങൾ വേണ്ടിവരും. ദൈവമൊരുക്കിയ കർഷകൻ്റെ അത്തരം ചില സഹായികളാണ് തേനീച്ചകൾ. അതും ഈ തോട്ടത്തിന് സ്വന്തം. ഇതൊരു മഴനിഴൽ പ്രദേശമാണ്. പൊതുവേ ഇവിടെ കൂടുതൽ മഴ കിട്ടുന്നത് തുലാവർഷ കാലത്താണ്. കാലവർഷം വളരെ കുറച്ചാണ് പെയ്യാറുള്ളൂ. പെയ്യുന്ന മഴയാണെങ്കിലും ചാറ്റൽ മഴ അല്ലെങ്കിൽ മഞ്ഞ് പോലെയുള്ള മഴയാണ് പെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 രീതിയിലുള്ള പച്ചക്കറിയുണ്ട്. കൂൾ സീസൺ പച്ചക്കറിയുണ്ട്, സമ്മർ സീസൺ പച്ചക്കറിയുണ്ട്. പക്ഷേ പൊതുവേ ഇവിടെ കർഷകർ രാസവള പ്രയോഗമോ കീടനാശിനി പ്രയോഗമോ ഇല്ല. ജൈവ കൃഷി രീതിയാണ് കൂടുതലായിട്ടും നടത്തുന്നത്. ദൈവം തന്നെ ഏൽപ്പിച്ച ഈ ഭൂമിയെ ഏറ്റവും പവിത്രമായി കാത്തുപരിപാലിക്കാൻ ഈ കർഷകനും കുടുംബവും എപ്പോഴും സദാ ശ്രദ്ധാലുക്കളാണ്. കൃഷിക്കാരൻ എന്ന് പറയുന്നത് മണ്ണ് സംരക്ഷണമാണ് ഏറ്റവും മെയിൻ. അപ്പോൾ ആ മണ്ണ് നശിക്കാതിരിക്കണമെങ്കിൽ ഏതാണ്ട് ജൈവവളം ന്യായമായ രീതിയിൽ ചേർത്ത് കൃഷി ചെയ്താൽ മാത്രമേ മണ്ണ് നശിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ രാസവളം ചേർക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു 70% ചാണകവും മറ്റ് വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് കൃഷി ഇറക്കിയാൽ മാത്രമേ മണ്ണിൻ്റേതായ രീതിയിൽ കൂടെ നമുക്ക് ഭാവിയിൽ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അതുപോലെ പച്ചക്കറി കൃഷിക്കാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഗോമൂത്രം, ചാണകം, വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ശർക്കര ഇതെല്ലാം കൂടെ ചേർത്ത് ഡ്രമ്മിനകത്ത് കലക്കി അത് ഒരു 15 ദിവസം വെച്ചിരിക്കും. എന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് പമ്പിനകത്ത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കേടില്ല, പച്ചക്കറി കൃഷിക്ക് നല്ല വളർച്ചയുണ്ട്, യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ല. ഈ രംഗത്ത് തന്നെ തേടി വന്ന അംഗീകാരങ്ങളെക്കാൾ വലുതാണ് ഈ കർഷകന് കുടുംബം നൽകുന്ന താങ്ങും തണലും. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരേ മനസ്സായി മണ്ണിൽ പണിയെടുക്കുന്ന ഇവർ ദൈവ തിരുമുമ്പിലും അനുഗ്രഹീതർ തന്നെ. ഇതെൻ്റെ ഭാര്യ താര, മോള് അതുല്യ, മോനൊരാൾ ഡിമാൻഡിൽ പഠിക്കുകയാണ്. ഞങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇവിടെ പഠിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ കൂടെ കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. 1986-90 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇന്നത്തെ സമൂഹം കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സമൂഹമാണ്. ഞങ്ങൾ കൃഷിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ നല്ലതായിട്ടാണ് തോന്നുന്നത്. നല്ല വിഷമില്ലാത്ത ആഹാരം കഴിക്കാനും നല്ല കുടുംബജീവിതം നയിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതെൻ്റെ ഭാര്യ ധന്യ, എനിക്ക് 3 പിള്ളേരാണ്. ഒന്ന് അനന്യ, ഒന്ന് അദ്വൈത്, ഒന്ന് അമൽകൃഷ്ണ.
ഞങ്ങൾ 3 പേരാണ്. ഞങ്ങളുടെ അച്ഛൻ, അമ്മ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് താമസിക്കണേ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മറയൂർ മുഴുവൻ നെൽകൃഷി കൊണ്ട് സമൃദ്ധമായ സ്ഥലമായിരുന്നു. അത് കണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങി. അന്ന് ഞങ്ങൾക്ക് മാടൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഉഴവൊക്കെ അടിച്ച് ഇങ്ങനെ വയലൊക്കെ ഏറ് പൂട്ടിയാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മെഷീനൊന്നും ഇല്ലായിരുന്നു. നെൽകൃഷിയിൽ നല്ല ലാഭം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരേക്കറിൽ 30 കിൻറ്റൽ നെല്ല് വരെ ഞങ്ങൾ വിളയിപ്പിച്ചെടുത്തുകൊണ്ടിരുന്നു. പണ്ടൊക്കെ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കളിയാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മറയൂർ ഞങ്ങളൊരു വിവാഹ ആലോചനയ്ക്ക് പോയാൽ തന്നെ മറയൂരിലെ കൃഷിക്കാരാണോ എന്ന് വരെ ചോദിക്കുന്ന ഒരു കാലമൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് നല്ലൊരു ആഹാരം കഴിച്ച് കിടക്കണേ ഇന്ന് മറയൂരിലെ നല്ലൊരു കൃഷിക്കാരനാണെങ്കിൽ നന്നായിട്ട് ജീവിക്കാമെന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എന്ത് കൃഷി ചെയ്യുവാണെങ്കിലും അച്ഛൻ, അനിയൻ, ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് എന്ത് കൃഷി ചെയ്യാനും ഒരു തീരുമാനം എടുക്കുന്നത്. എല്ലാ കൃഷി ചെയ്യുമ്പോഴും അച്ഛൻ്റെ അടുത്ത് ചോദിക്കാതെ ഞങ്ങൾ ഒരു കൃഷിയും ഇറങ്ങാറില്ല. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് കൃഷി ചെയ്യുന്ന ചില കാര്യം പറ്റിയെല്ലാം ആലോചിച്ചാൽ ഞങ്ങൾ ഓരോ കാര്യം ചെയ്യുള്ളൂ. വളം വയ്ക്കാനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ ഞങ്ങൾ ചെയ്യുള്ളൂ. എല്ലാത്തരം വിളകളും നൽകി ദൈവം അനുഗ്രഹിച്ച ഈ കർഷകൻ മറയൂരിനു മാത്രമല്ല നമുക്കും മാതൃകയാണ്. ഞാൻ 1958 മാർച്ച് മാസം ഈ മറയൂർ വന്നതാണ്. എൻ്റെ അച്ഛന്, എൻ്റെ അമ്മ കുടുംബത്തോടെ ഇവിടെ കയറി. അന്ന് റേഷൻ കാലമായിരുന്നു. അന്ന് അരിക്കും നെല്ലിനുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. ആ സമയത്ത് നെൽവയൽ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കിയാണ് ഞങ്ങൾ കുടുംബസമേതം ഇവിടെ വരാൻ കാരണം. ഇവിടെ വന്ന് കുറച്ച് സ്ഥലമൊക്കെ, ഒരു 2 ഏക്കർ സ്ഥലമൊക്കെ മേടിച്ചു, നെല്ല് കൃഷിയൊക്കെ ചെയ്തു. ആ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. എങ്കിലും അങ്ങനെ നെൽകൃഷിയൊക്കെ ചെയ്ത് ആ ബുദ്ധിമുട്ടും ഭക്ഷണത്തിനുള്ള ആ ദാരിദ്ര്യങ്ങളുമൊക്കെ മാറി ഒരുമാതിരി സാമാന്യ നിലയിലായി. പിന്നെ നാട്ടിലേക്ക് ഒരു സാഹചര്യത്തിൽ പോകാൻ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടായില്ല. ഇവിടെ തന്നെ SSLC വരെ പഠിച്ചു. രണ്ടാമത് പഠിക്കാനും എൻ്റെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടാമത് പഠിക്കാനും മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കും പോകാൻ പറ്റാതെ വന്നു. പിന്നെ സ്വാഭാവികമായിട്ട് കൃഷിയിലേക്ക് നീങ്ങി. ഈശ്വരാധീനം കൊണ്ട് ആ കൃഷിയിൽ ഇന്ന് വരെ എനിക്ക് യാതൊരു കാരണവശാലും ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ കൃഷി ഞാൻ ചെയ്തു പോകുന്നുണ്ട്. ഒരേ മനസ്സോടെ മണ്ണിനെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. நமது நாடு மலை நாடு நமது நாடு சொலை நாடு.